ഓക്കെ, നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ ആണ് ആര്യ പഠിക്കാൻ പോകുന്നത്? ആര്യ, അഭിനവ്, വിനോദ്, അഭിനവ്, വിനോദ്, ഓക്കെ. ഐശ്വര്യ അനിൽകുമാർ, എത്രാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നേ? 4ാമത്തെ സർ. ഓക്കെ, എന്താണ് 4ാമത്തെ ചാപ്റ്ററിന്റെ പേര്? ഡിറ്റർമിനൻസ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് കോപ്പി എടുത്ത് തന്നിരിക്കുന്ന നോട്ടിനകത്ത് ചാപ്റ്ററിന്റെ പേര് ഇല്ല, അടുത്ത പേജ് മുതലാണ് തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുമ്പോൾ ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതി തുടങ്ങാനായിട്ട്. ശരി, ഐശ്വര്യ അതിന്റെ സിലബസ് ഒന്ന് വായിച്ചാട്ടെ. 4.1 Introduction, 4.2 Determinants, 4.3 Area of a triangle, 4.4 Minors and cofactors, 4.5 Adjoint and inverse of a matrix, 4.6 Applications of determinants and matrices. ഓക്കെ, ഇങ്ങനെ 6 ടോപ്പിക്കാണുള്ളത്. അതിൽ എല്ലാ ചാപ്റ്ററിലെയും പോലെ തന്നെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ 4.2 മുതൽ 4.6 വരെയുള്ള 5 ടോപ്പിക്കുകളായിട്ടാണ് നമുക്ക് ഡിറ്റർമിനന്റ് പഠിക്കാനുള്ളത്. ഓക്കെ, സിലബസ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. 4.1 ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോ നമ്മുടെ ഐശ്വര്യ എസ് താരയുണ്ടോ? ഉണ്ട് സർ. വായിച്ചാട്ടെ ഐശ്വര്യ, ഫസ്റ്റ് പോയിന്റ്. The theory of determinants begin with the G.W. Leibniz 1646 to 1716, who gave a rule for the solution of simultaneous linear equation equivalent to that of Chinese. ശ്രദ്ധിക്കാം, അതായത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ, അത് നമ്മൾ ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ പഠിക്കും. അത് സോൾവ് ചെയ്യാനായിട്ട് ചൈനക്കാർക്ക് ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ആ മെത്തേഡിനോട് ഏതാണ്ട് ഇക്വലന്റ് ആയ ഏതാണ്ട് അതേപോലത്തെ ഒരു മെത്തേഡ് ആരാണ് അവതരിപ്പിച്ചത്? GW ലെബനിസ് ആണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ ഡിറ്റർമിനന്റിനെ കുറിച്ചുള്ള ഐഡിയ മാത്തമാറ്റിക്സിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഈ GW ലെബനിസിനെ നിങ്ങൾക്കറിയാം. നമ്മള് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് റൂൾ പഠിച്ചില്ലേ? 2 ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് വന്നാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളിന്റെ പേരാണ്. ആ പ്രോഡക്റ്റ് റൂൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഈ GW ലെബനിസ് ആണ്. അപ്പൊ അദ്ദേഹമാണ് ഡിറ്റർമിനന്റിന്റെ തിയറിയെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ഐഡിയ മാത്തമാറ്റിക്സിൽ അവതരിപ്പിച്ചത്. ഓക്കെ, ശരി. രണ്ടാമത്തെ പോയിന്റ് അക്ഷയ് ഒന്ന് വായിച്ചേ. It was G. Cramer who simplified the rule for solving simultaneously linear equation by using determinants. Simultaneous linear equations. അപ്പോ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് GW ലെബനിസ് അവതരിപ്പിച്ചത്. ആ മെത്തേഡ് ജി ക്രാമർ എന്ന് പറയുന്ന മാത്തമാറ്റിഷ്യൻ കുറച്ചുകൂടെ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിച്ചു. എന്തിന്റെ സഹായത്തോടെ? അല്ലെങ്കിൽ എന്തുപയോഗിച്ചുകൊണ്ട്? ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ട്. എന്തുപയോഗിച്ചുകൊണ്ട്? ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ,
അപ്പൊ അടുത്തത് മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ അമൃത എസ് വായിക്കൂ. PS സാർ അത് LA ആണോ? ലാപ്ലേസ്. Laplace give the general method of the expanding the determinants in terms of minus. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കും. ഈ ഡിറ്റർമിനന്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ഐഡിയയാണ് മൈനേഴ്സ്. എന്താണ്? ആ മൈനറിന്റെ സഹായത്തോടു കൂടി ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം എന്ന് ആരവതരിപ്പിച്ചു? PS ലാപ്ലേസ്. ആരാണ്? PS ലാപ്ലേസ്. ഓക്കെ, ശരി. അടുത്ത പോയിന്റ് അമൂല്യ വായിച്ചാട്ടെ. A.L. Cauchy first used the word determinants in 1812. 1812 A.L. കോഷി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആണ് ഏത് വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ശരി. അടുത്തത് അനൂദിയ. ഇല്ല. ആരണ്യ Sir, വായിച്ചാട്ട് അടുത്ത പോയിന്റ്. here determinants is a number that is assigned to a square array of numbers in a certain way. In this section, we define the determinants, some of its properties, and the applications. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എന്താണ്? ഒരു നമ്പറാണ്. ഈ നമ്പർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാറ്റ് ഈസ് അസൈൻഡ് ടു എ സ്ക്വയർ അറേ ഓഫ് നമ്പേഴ്സ്. അതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സ്ക്വയർ മെട്രിക്സുകളെ ഇച്ചിരി കഴിയുമ്പോൾ വിശദമായിട്ട് പഠിക്കും. എല്ലാ സ്ക്വയർ മെട്രിക്സുകളെയും നിങ്ങൾക്ക് ഒരു നമ്പരുമായിട്ട് ബന്ധപ്പെടുത്താം. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്. ഇനി ഈ സെക്ഷൻ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് ഡിറ്റർമിനന്റ്, അതിന്റെ ചില പ്രോപ്പർട്ടീസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്. പക്ഷെ സിലബസ് മാറിയപ്പോ പ്രോപ്പർട്ടീസ് ഡിലീറ്റ് ആയി പോയി. പിന്നെ പഠിക്കേണ്ടത് ഡിറ്റർമിനന്റും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ് പഠിക്കാനുള്ളത്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ സിലബസ്. എല്ലാവരും സിലബസ് ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. അവിടെ മുതലാണ് നമ്മുടെ ചാപ്റ്ററിലെ യഥാർത്ഥമായ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോ അർജുൻ, എന്താണ് അടുത്ത ഹെഡിങ്? Determinants 4.2. 4.2 ഡിറ്റർമിനൻസ്. വായിച്ചാർജിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? Every square matrix A is associated with a number, real or complex, called the determinant of A, denoted by A or ഡിറ്റർമിനന്റ് determinant A ഓർ det A. നോക്കാം. എല്ലാ സ്ക്വയർ മെട്രിക്സുകളെയും ആരെയാണ്? എല്ലാ സ്ക്വയർ മെട്രിക്സുകളെയും നിങ്ങൾക്ക് എന്തുമായി ബന്ധപ്പെടുത്താം? ഒരു നമ്പരുമായി ബന്ധപ്പെടുത്താം. ആ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പരും ആകാം, കോംപ്ലക്സ് നമ്പരും ആകാം. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ് ഓഫ് എ. അത് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പലുകൾ, ഒന്ന് 2 വരകളുടെ ഇടയിൽ എ എന്ന് എഴുതുക. സാധാരണ നിങ്ങൾ ഇതിനെ വിളിക്കുന്നത് മോഡുലസ് എ എന്നാണ്. പക്ഷെ ഇവിടെ വായിക്കുന്നത് മോഡുലസ് എ എന്നല്ല, ഡിറ്റർമിനന്റ് എ അല്ലെങ്കിൽ det എ എന്ന് എഴുതും. എങ്ങനെ എഴുതും? അപ്പൊ ഒന്നുകൂടെ, എല്ലാ സ്ക്വയർ മെട്രിക്സുകളെയും റിയലോ കോംപ്ലക്സോ ആയ ഒരു നമ്പരുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്. സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ 2 വരകളുടെ ഇടയിൽ എ എഴുതും, അത് ഡിറ്റർമിനന്റ് എ എന്ന് വായിക്കും, അല്ലെങ്കിൽ det എ എന്ന് വായിക്കും. ഓക്കെ, അശ്വിനെ രണ്ടാമത്തെ പോയിന്റ് വായിച്ചാട്ടെ. We also use delta to denote determinant. ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സിമ്പലാണ് നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഇതെങ്ങനെ വായിക്കേണ്ടത്? ഡെൽറ്റ. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റിനെ സൂചിപ്പിക്കാൻ എന്തൊക്കെ സിമ്പലുകളുണ്ട്? 3 സിമ്പലുകൾ. ഒന്ന്, 2 വരകളുടെ ഇടയിൽ എ എഴുതുന്നു, അത് det എ എന്ന് വായിക്കും, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ന് വായിക്കും.
രണ്ടാമത്തേത് ഡെറ്റിയെ, മൂന്നാമത്തേത് ഡെൽറ്റ. ഓക്കെ. അടുത്തത് അശ്വകെ, അടുത്ത പോയിന്റ് വായിക്കൂ. This may be a function which associates each square matrix with a unique number. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ വിശാലമാക്കി പറയാം. ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഡിറ്റർമിനന്റ് ആരാണ്? എവിടെ നിന്ന് എങ്ങോട്ടുള്ളത്? എവിടെ നിന്ന് എങ്ങോട്ടുള്ളത്? ഒരു സ്ക്വയർ മെട്രിക്സിനെ ഒരു യുണീക് നമ്പരുമായിട്ട് ഒരു സ്ക്വയർ മെട്രിക്സിനെ ഒരു യുണീക് നമ്പരുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ആരെ പരിഗണിക്കാം? ഡിറ്റർമിനന്റിനെ പരിഗണിക്കാം. ഓക്കെ. അടുത്ത പോയിന്റ് നമ്മുടെ ദേവദത്ത് വായിച്ചാട്ടെ. Only square matrices can have determinants. നമ്മുടെ പാഠമായ മെട്രിക്സിനകത്ത് ഒരുപാട് മെട്രിക്സുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തിലെ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുള്ളൂ? ഡിറ്റർമിനന്റ് ഉള്ളൂ. വേറെ മെട്രിക്സുകൾക്കൊന്നും എന്തില്ല? ഡിറ്റർമിനന്റ് ഇല്ല. ഓക്കെ. അപ്പോ അടുത്ത പോയിന്റ് നമ്മുടെ ഫൗസി ഒന്ന് വായിച്ചേ. Modulus of A is read as determinant A and not modulus of A. മോഡുലസ് ഓഫ് എ നല്ലത് വായിക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഈസ് റീഡ് ആസ് ഡിറ്റർമിനന്റ് not modulus of A. അതെന്റെ ഈ എഴുതി വെച്ചേക്കുന്ന സിമ്പല് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഇത് മോഡുലസ് ഓഫ് എ ആണോ എന്നൊരു ഡൗട്ടൊക്കെ തോന്നും അല്ലേ? പക്ഷേ അത് മോഡുലസ് ഓഫ് എ അല്ല. അത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? Determinant of A. ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് സൂചിപ്പിക്കുന്നത്. ആരെയാ സൂചിപ്പിക്കുന്നത്? ഒരു സെക്കൻഡേ. അപ്പോ നമ്മള് ഡിറ്റർമിനന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് വരകൾക്കിടയിലുള്ള എയെ ചിലപ്പോൾ നമുക്ക് മോഡുലസ് എ എന്ന് തോന്നും. പക്ഷെ അത് ഡിറ്റർമിനന്റിന്റെ കേസിൽ എങ്ങനെ വായിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വായിക്കണം. ഇത്രയാണ് ഡിറ്റർമിനന്റുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ട് ആദ്യം അറിയേണ്ടുന്ന കാര്യം. ഇത്രയും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിലേക്ക് പോകാം. അടുത്തതൊരു ഹെഡിങ് ആണ്. ആ ഹെഡിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. എന്താണ് ഗായത്രി അടുത്ത ഹെഡിങ്? ഡിറ്റർമിനന്റ് ഓഫ് എ 1/1 മെട്രിക്സ്. അതൊരു ഹെഡിങ് അണ്ടർലൈൻ ചെയ്യണം. ഡിറ്റർമിനന്റ് ഓഫ് എ 1/1 മെട്രിക്സ് എന്നതൊരു ഹെഡിങ് ആണ് കേട്ടോ. നോക്കാം എന്തോ ഗായത്രി 1/1 മെട്രിക്സ് എന്ന് പറഞ്ഞ അർത്ഥം. സർ, ഒരു റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ്. ഒരു റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ്. അപ്പൊ അതിനകത്ത് എത്ര എലമെന്റ് കാണും? ഒരൊറ്റ എലമെന്റ്. ഒറ്റ എലമെന്റ്. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ മെട്രിക്സ് എ. ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലേ? ഇതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ആ നമ്പർ അങ്ങ് നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഒരു 1/1 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ എടുത്ത് അതുപോലെ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. ഗൂഗിൾ രാജ് എന്താണ് രണ്ടാമത്തെ പോയിന്റ് അടുത്തത്? അതൊരു ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്തോണം. ഡിറ്റർമിനന്റ് ഓഫ് എ 2/2 മെട്രിക്സ്. വായിച്ചാട്ടെ ഗൂഗിളെ, എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഗൂഗിൾ രാജ് ക്ലാസ്സിലുണ്ടോ? ഇല്ല. ഹരിനന്ദ
ആ വായിച്ചേട്ടാ ഹരിനന്ദേ. Let A equal A11, A12, A21, A22. ആ ശ്രദ്ധിക്കാം, ഇതല്ലേ ഒരു 2x2 മെട്രിക്സ്, 2 റോയും 2 കോളവും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ജനറൽ ഫോം ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഡിറ്റർമിനന്റ് എ ഈക്വൽ ഇത്രയേ ഉള്ളൂ, മെട്രിക്സിന്റെ വാല് മുറിക്കണം ആദ്യം. എന്ന് വെച്ചാൽ ഈ അകത്തോട് ചുരുട്ടി വെച്ചേക്കുന്ന 4 ചെറിയ വാലുണ്ടല്ലോ, അതങ്ങ് മുറിക്കണം. എന്നിട്ട് എങ്ങനെ എഴുതണം, വര വരച്ചിട്ട് A11, A12, A21, A22. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, A11 ഇൻറ്റു A22 മൈനസ് A12 ഇൻറ്റു A21. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പത്തെ പേജിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചാട്ടെ എഴുതുന്നേ. മെയിൻ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക ഓഫ് ഡയഗണൽ. മെയിൻ ഡയഗണലിലെ എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ A11, A22 ഇവരെയാണല്ലോ നമ്മൾ മെയിൻ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെയോ ഓഫ് ഡയഗണലിലെ എലമെന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടെണ്ണമാണല്ലോ ഓഫ് ഡയഗണല്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോ ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ, മെയിൻ ഡയഗണലിലെ എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക, ഓഫ് ഡയഗണലിലെ എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോബ്ലം ഹെലൻ ഒന്ന് വായിച്ചേ. എക്സാമ്പിൾ 1. Example 1. Evaluate determinant 2, 4, minus 1, 2. 2, 4, minus 1, 2. ഇത് ഒരു 2x2 ഡിറ്റർമിനന്റ് ആണല്ലോ അല്ലേ. നമ്മൾ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്പം മുമ്പേ പറഞ്ഞു. ആദ്യം മെയിൻ ഡയഗണലിലെ എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 മൈനസ് ഓഫ് ഡയഗണലിലെ എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × -1. 2 × 2 4 മൈനസ് 4 × -1 -1 ഈക്വൽ 4 + 4. ആൻസർ ഈക്വൽ 8. എക്സാമ്പിൾ 1 വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയും. എക്സാമ്പിൾ 1 വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ട് ഇല്ല സർ. ഡൗട്ട് ഇല്ല സർ. ഡൗട്ട് ഇല്ല സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 2ലേക്ക് പോകാം. ജ്യോതിരാദിത്യൻ എക്സാമ്പിൾ 2 ഒന്ന് വായിച്ചാട്ടെ. Evaluate determinant x plus 1 minus 1 x. x plus 1 x minus 1 x. അപ്പോ ഇതും ഒരു 2x2 ഡിറ്റർമിനന്റ് ആണല്ലോ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മെയിൻ ഡയഗണലിലെ എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. x × x മൈനസ് ഇനി ആരെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഓഫ് ഡയഗണലിലെ എലമെന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും, x + 1 × x മൈനസ് x × x എന്താണ് ജ്യോതി, x സ്ക്വയർ മൈനസ്. ഈ മൈനസിന് ശേഷം കിടക്കുന്ന ആളിനെ കണ്ടിട്ട് ജ്യോതിക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ, x + 1 × x മൈനസ് 1. a + b × a മൈനസ് 1. ആൻസർ a square minus b square. b സ്ക്വയർ. അപ്പൊ ഇവിടെ എഴുതുമ്പോ x സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണോ, ഈക്വൽ x സ്ക്വയർ മൈനസ് അകത്തോട്ട് ഗുണിച്ചാൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറുടെ ക്യാൻസൽ ആയി പോകും.
പിന്നെ 1 സ്ക്വയർ ഈക്വൽ എത്രയാണ്? 1. ഓക്കെ, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല. ഓക്കെ, എക്സാമ്പിൾ 5 മാധവശങ്കർ ഒന്ന് വായിച്ചാട്ടെ. മാധവശങ്കർ, മഹേശ്വരി. Example 5. Find the value of x for which determinant 3x(x1) is equal to x1 is equal to determinant 3, 2, 4, 1. ശ്രദ്ധിക്കുക, നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിച്ചു വെക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇതേപോലത്തെ ചോദ്യം മെട്രിക്സിൽ കണ്ടെത്തും. അവിടെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പ്രോബ്ലം ഇങ്ങനെ 2 മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് എക്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. പക്ഷെ ഇത് മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഓരോ ഡിറ്റർമിനന്റിന്റെയും വില നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ LHS കിടക്കുന്ന ഡിറ്റർമിനന്റ് എടുക്കുന്നു. ഡിറ്റർമിനന്റ് 3x(x1). മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? 3 into 1 minus x 3 into 1 minus x into x. Okay, 3 into 1 3 minus x into x square. അപ്പോൾ 3 minus x square. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. മെട്രിക്സ് ഡിറ്റർമിനന്റ് 3, 2, 4, 1. ഓക്കെ, അപ്പോ മണികണ്ഠ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 3 into 1 minus 2 into 4. അപ്പൊ 3 into 1 3 minus 4 into 2 8. 3 minus 8 minus 5. ഓക്കെ, അപ്പൊ LHSന്റെ ആൻസർ 3 minus x സ്ക്വയറും RHSന്റെ ആൻസർ -5. ഇത് രണ്ടും എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്? ഇത് രണ്ടും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 3 minus x സ്ക്വയറും ഇപ്പോ കണ്ടുപിടിച്ച -5 എങ്ങനെയാണ്? ഈക്വൽ ആണ്. നമുക്ക് എക്സിന്റെ വിലയല്ലേ വേണ്ടത്. നമ്മൾ ഈ -x സ്ക്വയറിനെ റൈറ്റ് കൊണ്ടുപോകുന്നു, -5നെ ലെഫ്റ്റ് കൊണ്ടുവരുന്നു. പറഞ്ഞാട്ടെ, 3 + 5 ഈക്വൽ 3 + 5 എത്ര? 8 ഈക്വൽ x സ്ക്വയർ. തിരിച്ചെഴുതിയാൽ അപ്പൊ x ഈക്വൽ +or -√8. സോ x ഈക്വൽ +or-2√. ഇത്തരത്തിലുള്ള ചോദ്യം ചില വർഷങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. അടുത്തതും ഒരു ഹെഡിങ് ആണ്. ആ ഹെഡിങ് നമ്മുടെ മയൂരി ഒന്ന് വായിച്ചേ.
determinant of the 3 by 3 matrix rule of sign. അണ്ടർലൈൻ ചെയ്യുക. ഡിറ്റർമിനന്റ് ഓഫ് ദി വേണ്ട, ഓഫ് എ മതി. ഡിറ്റർമിനന്റ് ഓഫ് എ 3 by 3 മെട്രിക്സ്. നമ്മൾ 3 by 3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിലേക്ക് വരികയാണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സൈൻ റൂള് ആവശ്യമുണ്ട്. അവിടെ ഒരു സൈൻ റൂൾ, ഒരു ചിഹ്നത്തിന്റെ നിയമം നമുക്ക് ആവശ്യമുണ്ട്. ആ റൂള് ആദ്യം ശ്രദ്ധിച്ചിരിക്കുക. ഈ പാഠത്തിന്റെ അവസാനം വരെയും ഈ സൈൻ റൂൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നോക്കിക്കോളൂ, തുടങ്ങുന്നത് പ്ലസ്സിലാണ്. പ്ലസ്, മൈനസ്, പ്ലസ്. അടുത്തത് മൈനസ്, പ്ലസ്, മൈനസ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? പ്ലസ്, മൈനസ്, പ്ലസ്. ഇതാണ് ഒരു 3 by 3 ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന എന്ത് റൂള്? സൈൻ റൂള്, ചിഹ്നത്തിന്റെ നിയമം. എന്തിന്റെ നിയമമാണ്? സൈൻ റൂള്. എന്തിന്റെ നിയമം? ചിഹ്നത്തിന്റെ നിയമം. ഓക്കെ. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമുക്ക് പുറകാലം ഇങ്ങോട്ട് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോ മീനാക്ഷി, ഇനി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. നമ്മളൊരു 3 by 3 ഡിറ്റർമിനന്റ് ജനറൽ ആയിട്ട് എടുക്കുന്നു. എ ഈക്വൽ മെട്രിക്സ് A1. വായിച്ചോ മീനാക്ഷി. B1, C1, A2, B2, C2, A3, B3, C2, C3. ഇതാണല്ലോ ഒരു 3 by 3 മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ മെട്രിക്സിന്റെ വാല് മുറിച്ച് എന്താക്കുന്നു? ഡിറ്റർമിനന്റ് ആക്കുന്നു. അപ്പൊ ഡിറ്റർമിനന്റ് A1, B1, C1, A2, B2, C2, A3, B3, C3. അപ്പൊ വാല് മുറിച്ച് നമ്മൾ എന്താക്കി? ഡിറ്റർമിനന്റ് ആക്കി. ഇനി അടുത്ത വായിച്ചാട്ടെ. എക്സ്പാൻഡിങ് എലോങ്. ഫസ്റ്റ് റോ. ശ്രദ്ധിച്ചിരിക്കുക, പുറകാലം പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു 3 by 3 ഡിറ്റർമിനന്റിനെ നിങ്ങൾക്ക് 6 വിധത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. എത്ര വിധത്തിലാണ്? 6 വിധത്തിൽ. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, തേർഡ് കോളം വെച്ചും എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമ്മൾ മീനാക്ഷി ഏതിലാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് റോ. എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ. നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോകും. അപ്പൊ നോക്കിക്കേ, ഡിറ്റർമിനന്റ് എ ഈക്വൽ, നോക്കാം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എടുക്കണം. എന്താണ്? A1. അതിന്റെ ചിഹ്നം വേണ്ടി ഈ മുകളിൽ കിടക്കുന്ന സൈൻ റൂൾ കണ്ടോ? അത് വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പൊ അതെന്തായിട്ട് എടുക്കണം? പോസിറ്റീവ്. A1 ഇൻറ്റു, ഇനി ആ എലമെന്റ് കിടക്കുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. പിന്നുള്ളവരെ ഡിറ്റർമിനന്റ് ആക്കി എഴുതുക. അപ്പൊ ഡിറ്റർമിനന്റ് B2, C2, B3, C3. നമ്മൾ ഫസ്റ്റ് റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് എടുക്കുന്നു. ആരാണ് മീനാക്ഷി രണ്ടാമത്തെ എലമെന്റ്? B1. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന സൈൻ റൂൾ അനുസരിച്ച് അത് എന്തായിട്ട് എടുക്കണം? മൈനസ്. അപ്പോ മൈനസ് B1 ആ എലമെന്റ് കിടക്കുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് അവശേഷിക്കുന്ന എലമെന്റുകളെ ഡിറ്റർമിനന്റ് ആക്കി എഴുതണം. എങ്ങനെ എഴുതാൻ പറഞ്ഞാട്ടെ? A2, C2, A3, C3. ഇനി നമ്മള് ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ എലമെന്റ് എടുക്കുന്നു. ആരാണത് മീനാക്ഷി? C1. സൈൻ റൂൾ അനുസരിച്ച് എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ്. പ്ലസ് C1 A2 എന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ളവരെ എഴുതുക. പറഞ്ഞാട്ടെ? A2,
B2, A3, B3. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു അതിനുശേഷം കിടക്കുന്ന ഒരു 2/2 ഡിറ്റർമിനന്റ് അല്ലേ, അതല്ലേ തൊട്ട് മുമ്പേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചത്. പറഞ്ഞേട്ടെ മീനാക്ഷി, അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? B2 C3 minus B3 C2 മൈനസ് B1 B1 A2 C3 minus A3 C2 plus C1 into A2 B3 minus A3 B2. ഇങ്ങനെയാണ് നമ്മളൊരു 3/3 ഡിറ്റർമിനന്റിനെ ജനറൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ തിയറി മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ നമ്മള് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ടുകൾ പറയാൻ പോവാണ്. ആദ്യത്തെ നോട്ട് നമ്മളുടെ സൽമാൻ ഒന്ന് വായിച്ചേ. Determinant of a knot of order 3 can be determined. Determinant of a matrix of order 3 can be determined by expressing it in terms of second order determinants. This is known as expansion of a determinant along a row or a column. അതായത് നമ്മളിപ്പോ ചെയ്തത് ഓർഡർ 3 ആയിട്ടുള്ള 3/3 ആണ് നമ്മൾ ഓർഡർ 3 എന്ന് പറയുന്നത്. 3 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റിനെ ഓർഡർ 2 ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ 3 എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ അറിയണം? 2 എക്സ്പാൻഷൻ അറിയണം. ഇതിനെ വിളിക്കുന്ന പേരാണ്, ദിസ് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് എ ഡിറ്റർമിനന്റ് എലോങ് എ റോ. ഇതേ പരിപാടി തന്നെ നമുക്ക് എന്തും വെച്ച് ചെയ്യാം, കോളം വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ വെച്ച് ചെയ്തതിന് പകരം ഇതേ ഡിറ്റർമിനന്റിന്റെ വില തന്നെ നമുക്ക് ഫസ്റ്റ് കോളം വെച്ചോ സെക്കൻഡ് കോളം വെച്ചോ തേർഡ് കോളം വെച്ചോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഗൗതം, അടുത്ത പോയിന്റ് വായിക്കൂ. ഗൗതം. There are 6 ways of expanding a determinant of order 3 corresponding to each of 3 rows R1, R2, R3 and 3 columns C1, C2, C3 giving the same value. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഓർഡർ 3 ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ ഒരു ഡിറ്റർമിനന്റിനെ നിങ്ങൾക്ക് 6 വിധത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാം, തേർഡ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് കോളത്തിൽ എക്സ്പാൻഡ് ചെയ്യാം, തേർഡ് കോളത്തിലും എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത പോയിന്റ് നമ്മുടെ സലബോ വായിച്ചേ. സലഭ. Expanding a determinant along a row or column which contains maximum number of zeros make the calculation easy. അത് ചെറിയ ടെക്നിക്ക് പറഞ്ഞു തരുവാണ്. നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിനെ നിങ്ങൾക്ക് ഏത് റോയിലും ഏത് കോളത്തിലും എക്സ്പാൻഡ് ചെയ്യാം. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ഏതെങ്കിലും ഒരു റോയിലോ ഏതെങ്കിലും ഒരു കോളത്തിലോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് വിചാരിക്കാം. മാക്സിമം നമ്പർ ഓഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റോ വെച്ചോ അല്ലെങ്കിൽ ആ കോളം വെച്ചോ എക്സ്പാൻഷൻ നടത്തിയാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ എന്താകും, എളുപ്പമാകും. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രീഹരി വായിച്ചേ. Sir. If a row or a column of a determinant consists of all zeros, then the value of the determinant is 0. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലെ എല്ലാ എലമെന്റും എന്താണെന്ന് വിചാരിക്കാം. ആണെങ്കിൽ നിങ്ങൾ ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാനേ മെനക്കെടണ്ട. പകരം അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, 0 ആയിരിക്കും. പകരം ഉത്തരം എന്തായിരിക്കും? അപ്പോൾ ആദ്യം പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് സീറോയുള്ള റോയോ കോളമോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പമാകുന്നു. പിന്നെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലെ
എല്ലാ എലമെൻറ്റും എന്തായാൽ 0 ആയാൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെനക്കെടണ്ട. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? എന്തായിരിക്കും? ആയി. ഓക്കെ, ശരി. അടുത്തത് അടുത്ത നോട്ട് ശ്രീകുട്ടി വായിച്ചേ. Determinant of a skew-symmetric matrix of odd order is 0. എന്താ പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ഈസ് 0. നമ്മൾ മെട്രിക്സ് പഠിച്ചതാണ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? എന്തായിരുന്നു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? A transpose എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ. അങ്ങനെ വരുന്ന ഒരു മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എടുക്കും. അതിൻ്റെ ഓർഡർ ഓഡ് ഓർഡറാണ് എന്ന് പറഞ്ഞാൽ ഓർഡർ 1, ഓർഡർ 3, ഓർഡർ 5 ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വില എന്തായിരിക്കും? അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം, ഓഡ് ഓർഡറും ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് തീർച്ചയായും അടുത്ത പോയിന്റ് വായിച്ചേ. Sir, if A is equal to അല്ല അതിന് മുമ്പുണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എ determinant of a skew-symmetric matrix of even order is a non-zero perfect square. ഇനി സംഗതി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്, പക്ഷെ ഓർഡർ എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. എന്ത് നമ്പറാണ്? അങ്ങനെയുള്ള മെട്രിക്സുകളുടെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ ഉത്തരമെന്ന് പറയുന്നത് ഒരു നോൺ സീറോ അല്ലാത്ത മറ്റേതെങ്കിലും നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഒന്ന് വൺ വേർഡ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി സംഗതി. ഓക്കെ, അടുത്ത പോയിന്റ് വിനായക വായിച്ചേ. Sir, if A equal lambda B, where A and B are square matrix of order n, then determinant A equal lambda raised to n into determinant B. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില വൺ വേർഡ് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരും. എയും ബിയും എങ്ങനെയുള്ള മെട്രിക്സുകളാണ്? സ്ക്വയർ മെട്രിക്സാണ്. രണ്ടുപേരുടെ ഓർഡർ സെയിം ആണ്. ഇവിടെ ഓർഡറാണ് n എന്ന് പറയുന്നത്. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന മെട്രിക്സിനെ ഈ ലാംഡ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആരെ കിട്ടുന്നത്? എയെ കിട്ടുന്നത്. അങ്ങനെ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് ലാംഡ റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആയിരിക്കും. ലാംഡ റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആയിരിക്കും. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണമെന്നൊരു പോയിന്റാണ് വലതുവശത്ത് കൊടുത്തേക്കുന്നത്. അത് ഇതിൻ്റെ ബാക്കി നോട്ടായിട്ട് നിങ്ങൾ ആഡ് ചെയ്തണം കേട്ടോ. ശരി, അപ്പം ആ നോട്ട് ആ നോട്ട് നമ്മുടെ ആലിയ ക്ലാസ്സിലുണ്ടോ? ആലിയ ഇല്ല. അഭിനവ് വിനോദ്? എന്താണ് അഭിനവ് ലാസ്റ്റ് പോയിന്റ് ആ സൈഡിൽ എഴുതിയിട്ടേക്കുന്നത്? If A and B are square matrix of the same order, determinant AB is equal to determinant A into determinant B. ഡിറ്റർമിനന്റ് എ ബി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. അപ്പം എയും ബിയും എങ്ങനെയുള്ള മെട്രിക്സുകളാണ്? സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് സെയിം ഓർഡർ. രണ്ടുപേരുടെ ഓർഡർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിറ്റർമിനന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ വില എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബിയോട് ഈക്വൽ ആയിരിക്കും. ഇത്രയാണ് 3/3 മെട്രിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടുന്ന തിയറി പോർഷൻ. ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണം, എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം.